ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ട് ചെറിയൊരു പനിയൊക്കെ പിടിച്ചതാണ്, സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു മാർച്ച് മാസത്തിന്റെ റീഡിങ് എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. മാർച്ച് മാസം നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവരും ഇട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്. പിന്നെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ആ ഓൺ ഒന്ന് ടച്ച് ചെയ്തേക്കണം കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാം, വാട്സപ്പിൽ വരാം. അതുപോലെ ടാരോട്ട് റീഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണേ. ഇന്നൊന്ന് ഷഫിൾ ചെയ്ത് വെച്ച് കാർഡ് കൊണ്ട് റീഡ് ചെയ്യാൻ വെച്ചു. എന്നും ഷഫിൾ ചെയ്ത് കുറെ ടൈം പോകില്ലേ, അപ്പോൾ ഷഫിൾ ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്ന കാർഡ് വെച്ചിട്ടാണ് ഞാനിന്ന് റീഡ് ചെയ്യുന്നത് കേട്ടോ. ഈ മാസം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ സൺ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് ഈ മാസം തരികയാണ്, ആരുടെയൊക്കെ ലൈഫിലേക്ക്. 7 ഓഫ് വാണ്ട്, 9 ഓഫ് കപ്പ്, എംബ്രസ്, ഹെർമിറ്റ്, പേജ് ഓഫ് വാണ്ട്, എംബറർ, 2 ഓഫ് സോർട്സ്, ഏസ് ഓഫ് സോർട്സ്, ഏസ് ഓഫ് കപ്പ്, Page of Swords, Judgment, 6 of Cup, 9 of Wand. ഇതൊക്കെയാണ് കാർഡ്സ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ മാർച്ച് മന്തില് ഈ മാസം യൂണിവേഴ്സിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ പലർക്കും വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഫസ്റ്റ് തന്നെ സൺ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പലരുടെയും ലൈഫ് ഒരു സക്സസിലൂടെ പോവുകയാണ്. പലർക്കും ലൈഫിൽ ഒരു സക്സസ് ആണ്. അപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ സക്സസിലേക്ക് വന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മാർച്ച് തൊട്ട് നിങ്ങൾക്ക് സക്സസ് ആരംഭിക്കുകയാണ് ആർക്കൊക്കെയോ. അതായത് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് നാളായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരുപക്ഷെ നിങ്ങൾ സമ്പത്തിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്പത്തായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആർക്കൊക്കെ ഒരുപാട് എംപ്രസ് വന്നിട്ടുണ്ട്, അതൊരു അബണ്ടന്റ് ആണ്. ഒരുപാട് പണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആരുടെയൊക്കെയോ നിങ്ങൾ പണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പണം വരുന്നുണ്ട്. അതുപോലെ ഏസ് ഓഫ് കപ്പ്, നിങ്ങൾക്ക് കപ്പ് നിറഞ്ഞൊഴുകുന്ന രീതിയിൽ ഓവർഫ്ലോ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. എന്തൊക്കെയോ ദൈവം അനുഗ്രഹ വർഷം ചൊരിയായിരിക്കും ഒരു പക്ഷെ ആരുടെയൊക്കെ ലൈഫിലേക്ക്. ഇപ്പൊ എല്ലാവർക്കും റെസനേറ്റ് അല്ല, ചില റെസനേറ്റ് ആവുന്നവരെടുക്കുക. അപ്പോ ഇവിടെ ഒരു ജോഡിയുണ്ട്, എംബറർ ആൻഡ് എംബ്രസ്, ഒരു ജോഡിയുണ്ട്. അപ്പൊ അതൊരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ജോഡിയൊക്കെ ആവാൻ പറയാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരുടെയൊക്കെയോ അവര് വളരെയധികം ആ ഒരു വ്യക്തികൾ തമ്മിൽ ഏസ് ഓഫ് കപ്പ്, അതായത് വളരെയധികം സ്നേഹമുള്ള വ്യക്തികളാണ്. ഒരുപക്ഷെ നിങ്ങള് നോ കോണ്ടാക്റ്റിലാവാം. സിംഗിൾ പേരന്റ് ആയിരിക്കും ഒരുപക്ഷെ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സിംഗിൾ പേരന്റ് ആയിട്ടുള്ള ആരുടെ ഏതോ കപ്പിൾസിനെ അല്ലെങ്കിൽ ഏതോ ലവേഴ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഏത് എംബറർ ആൻഡ് എംബ്രസ് എനർജി കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മാർച്ച് മാസം നല്ലൊരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ നോ കോണ്ടാക്ട് ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മെസ്സേജോ ഫോൺ കോളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ജേർണിയിലൂടെ പോകുന്ന ഏതെങ്കിലും ലവേഴ്സ് ആയിട്ടുള്ളവര് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു മാസമായിട്ടാണ് ഈ മാർച്ച് മാസം കാണുന്നത്. എന്തായാലും ലവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് നോ കോണ്ടാക്റ്റിലാവാം. അതിൽ ഒന്നുകിൽ നിങ്ങൾ എംബ്രർ, ആ ലേഡി അല്ലെങ്കിൽ ആ ജെന്റ്സ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി ഒരു ഹെർമിറ്റ് മോഡിലാണ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ഹെർമിറ്റ്, അതായത് ഒരു സന്യാസ ജീവിതത്തിൽ
മുന്നോട്ട് പോകുന്നവരായിരിക്കണം നിങ്ങൾ രണ്ടുപേരും. ഒരു കൂടിച്ചേരൽ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾക്ക്. മാർച്ച് മാസം ചിലർക്ക് അതിനൊരു കൂടിച്ചേരൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം എന്നുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരുപക്ഷെ ഒരു വട്ടം മാരേജ് കഴിഞ്ഞു ഹസ്ബൻഡ് മരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു ലവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു മാരേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം അതൊരു നല്ലൊരു മാസമായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഹസ്ബൻഡ് മരിച്ചതോ ഡിവോഴ്സ് ആയവരോ ഒക്കെ വീണ്ടും ഒരു മാരേജിനായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു കുട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ 2 കുട്ടികൾ ഉണ്ടാവാം. വീണ്ടും ഒരു റീമാരേജിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു മാരേജ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് ഒരു സന്തോഷത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ പിരിഞ്ഞിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ പിരിഞ്ഞിരിക്കുന്നുണ്ടാവാം. ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കാവാം. ഒരുപക്ഷെ നിങ്ങളിൽ ആരുടെയെങ്കിലും കൂടെ നിങ്ങളുടെ കുട്ടികളും ഉണ്ടാവാം. നിങ്ങളൊരു ഹെർമിറ്റ്, അതായത് രണ്ടുപേരും ഒരു ഏകാന്ത ജീവിതത്തിലായിരിക്കും വർഷങ്ങളായിട്ട്. പക്ഷെ വളരെയധികം സ്നേഹമുണ്ട് നിങ്ങൾക്ക്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വളരെയധികം ഓർക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തി. നിങ്ങളുടെ ആ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ വൈഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലവർ, ആ ഒരു വ്യക്തി വളരെയധികം നിങ്ങളെ എപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കൂടി ചേരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരുടെയൊക്കെ കരിയറിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. ഇതുവരെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വളരെയധികം പ്രോബ്ലത്തിലൂടെ പോയിരുന്ന ആരൊക്കെ കാണുന്നുണ്ട്. ഒത്തിരി പ്രോബ്ലത്തിലൂടെ പോയ, ഒരുപാട് പ്രശ്നത്തിലൂടെ, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഇത് ഞാൻ രക്ഷപ്പെടുമോ, എൻ്റെ ജീവിതം മുന്നോട്ട് എങ്ങനെയാണ്, രക്ഷപ്പെടുമോ, ഞാൻ ഈ ചെയ്യുന്ന ബിസിനസ് രക്ഷപ്പെടുമോ, ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം എനിക്ക് ഉണ്ടാവുമോ, വിജയിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ആർക്കൊക്കെയോ. പക്ഷെ ആ ഒരു കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് നീങ്ങാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിൽ സൂര്യൻ ഉദിക്കുകയാണ്. ഈ ഒരു മാർച്ച് മാസം മുതൽ നിങ്ങളുടെ ലൈഫിൽ സൂര്യൻ ഉദിക്കുകയാണ്. നിങ്ങളുടെ ബിസിനസ് സക്സസിലേക്ക് വരാൻ പോകണം. നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ്സുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഏത് ബിസിനസ് ആയാലും, നിങ്ങളുടെ ഷോപ്പായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സുകളാവാം. ഏത് ബിസിനസ് ആയാലും നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് നിങ്ങൾക്ക് വരാൻ പോവാണ്. ഇതുവരെ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബിസിനസ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ടാവാം. അത് പക്ഷെ മാറാൻ പോവാണ്. ഒരുപാട് ഇവിടെ കണ്ടോ, കപ്പ് നിറഞ്ഞൊഴുകുന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വളരാൻ പോവാണ്. അബണ്ടന്റ്, എംപ്രസ് ഒരു അബണ്ടന്റ് ആണ്. സൺ വരാൻ നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതിൻ്റെതായിട്ടുള്ള എന്തൊക്കെയോ ഗുഡ് ന്യൂസസ് അല്ലെങ്കിൽ ഗുഡ് മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകണം. ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോൺ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ലോണുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് ഒരുപാട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, ആഗ്രഹിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ബിസിനസ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന ആ സ്വപ്നം പോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് വളരാൻ പോവാണ്. നിങ്ങളുടെ പലരുടെയും നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെ വളരാൻ പോവുകയാണ്. നിങ്ങൾ അതിനായിട്ട് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു ഷോപ്പായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട, കൺഫ്യൂഷന്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ നല്ലൊരു മാർച്ച് മാസം മുതൽ നല്ലൊരു വളർച്ച നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാൻ പോവാണ്. ഇതുവരെ എന്തെങ്കിലും ഡൗൺ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പതുക്കെ അതൊരു അബണ്ടന്റ് ആവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപാട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓവർഫ്ലോ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ കുറച്ച് നാളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ഇത് കാണുന്നില്ലായിരിക്കും, ഒരു സക്സസ് കാണുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടക്കിയത് പോലും ലഭിക്കുന്നില്ലായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക, അതിനായിട്ട് കാത്തിരിക്കുക. നമുക്ക് നമ്മുടെ ഒരു സമയം ഒരുപക്ഷെ മോശമായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചേഞ്ച് ആയി വരുന്നത്. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല. നമ്മുടെ സമയം ചേഞ്ച് ആകുന്നതനുസരിച്ച് നമുക്ക് സക്സസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുകയും വേണം. നമ്മൾ നിരാശപ്പെടരുത്, പോസിറ്റീവായിട്ട് തന്നെ ഇരുന്ന് ഞാനിത് സക്സസിലേക്ക് കൊണ്ടുവരും എന്നുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയിൽ പ്രാർത്ഥനയോടുകൂടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കും. പിന്നെ ഇതൊരു മാർച്ച് മാസം കൂടെയാണ്. ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ എക്സാം എഴുതുന്ന സമയമാണ്.
തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ നിങ്ങൾ നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കും. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം ലഭിക്കും. നല്ല രീതിയിൽ പഠിക്കുക, അതുപോലെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു എക്സാം പാസ്സായി എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരുപക്ഷെ വിദേശത്തൊക്കെ പോകാനുള്ള എക്സാമുകളാവാം, അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഞാനത് എൻ്റെ ആഗ്രഹം സാധിക്കും, ഞാൻ വിദേശയാത്ര ചെയ്യും, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ എക്സാം എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ സൺ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല, ഒരുപക്ഷെ ഒരു ജോലിയുടെ പ്രൊമോഷന്റെ കാര്യത്തിനാവാം, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിനാവാം, അതിനൊക്കെ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ തന്നെ ഇരുന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കാര്യം സക്സസിലേക്ക് വരും. ഇവിടെ വളരെയധികം കൺഫ്യൂഷൻ ചിലവർക്ക് കാണുന്നുണ്ട്. ചില കാര്യത്തിലൊക്കെ വളരെ കൺഫ്യൂഷൻ ഉണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു എക്സാം ആണെങ്കിൽ തന്നെ പലവട്ടം ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലാവാം, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലും പലവട്ടം ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോൺ വെച്ചിട്ട് പലവട്ടം കിട്ടാതെ ആവാം, വിദേശത്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് 1-2 വട്ടം ക്യാഷ് കൊടുത്തിട്ട് ഒരുപക്ഷെ ക്യാഷ് പോയിട്ടുണ്ടാവാം. വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നടക്കും. ശക്തമായിട്ട് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യും. അത് ലഭിക്കും, ഏത് കാര്യമാണെങ്കിലും ലഭിക്കും. അപ്പൊ ഇനി ഒരു വട്ടം കൂടെ നിങ്ങൾ ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കും. സണ്ണാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു അബണ്ടന്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രതിഫലം, നിങ്ങളുടെ ആ ഒരു പ്രയത്നത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതിഫലം തീർച്ചയായിട്ടും ലഭിക്കും. യൂണിവേഴ്സിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലധികം നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ 100 മടങ്ങായിട്ട് തരും. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക കേട്ടോ. ചിലവർക്ക് ഇവിടെ ഒരു ജഡ്ജ്മെന്റ് കാർഡ് ഉണ്ട്. അപ്പം ചിലവർക്ക് ഒരു ജഡ്ജ്മെന്റിന്റെ കാലഘട്ടങ്ങളായിരിക്കാം എന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട്. ജഡ്ജ്മെന്റ് ആവാം, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു കാലഘട്ടം ഒന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ, ലൈഫ് എന്ന് പറയുന്ന ഒരു ലെസൺ ആണ് അല്ലെ. ആ ഒരു ലൈഫിന്റെ ചില ഭാഗങ്ങളിൽ നിങ്ങളുടെ അശ്രദ്ധ മൂലം പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നെഗറ്റീവായിട്ടുള്ള വന്നിട്ടുണ്ടെങ്കിൽ അതിനായിട്ടൊരു ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞുപോയ കാലത്തിൽ നിങ്ങളുടെ അശ്രദ്ധ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില വ്യക്തികളെ ഒരുപക്ഷെ മാറ്റി നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചിലരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം കൊണ്ട് തരും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ വിചാരിക്കുക എനിക്കൊരു കഴിവുമില്ല, എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്നൊരു മനോഭാവത്തിൽ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ രീതിയിലുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റി നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം നിങ്ങൾക്ക് വരാം. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെയും യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ദൈവത്തിനോട് ആ ഒരു കൊടുക്കുന്ന ദൈവത്തിനോട് അത്രയും പ്രാർത്ഥന അല്ലെങ്കിൽ യൂണിവേഴ്സിനിൽ സമർപ്പിക്കുന്നു നിങ്ങളെ തന്നെ. അതായത് നിങ്ങളെ കൂടെ ഉള്ളവരെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ വരാം. നിങ്ങൾ വിചാരിച്ചിരുന്ന ബന്ധുക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് കരുതുന്ന സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം വരാം. അപ്പൊ നിങ്ങൾ തനിച്ചാകും. ആ തനിച്ചാകുന്ന അവസ്ഥയിലാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്. ആ ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നത്, നിങ്ങളിലെ കഴിവുകളെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലുള്ള ആരൊക്കെ പോകുന്നുണ്ട്. ഒരു ഹെർമിറ്റ് മോഡൽ, ഒരു സന്യാസി മോഡൽ, സ്വന്തം വെളിച്ചം വഴി കാണിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അബണ്ടന്റ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, സക്സസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾക്ക് ഓവർഫ്ലോ ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നു. സണ്ണാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സൂര്യൻ ഉദിക്കാൻ പോകുന്നു. മാർച്ച് മാസം നിങ്ങൾക്കൊരു നല്ല അനുഗ്രഹത്തിന്റെ ഒരു മാസമായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ മാർച്ചിൽ ഒരുപാട് ലോണുകളൊക്കെ അടച്ചു തീർക്കേണ്ട ഒരു മാസം കൂടെയാണ്. അതിനായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിലായിരിക്കാം. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വഴികൾ നിങ്ങൾക്കായിട്ട് ദൈവം തുറക്കും. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള വഴികളൊക്കെ തുറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾക്കായിട്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, കൺഫ്യൂഷൻ, എന്ത് ചെയ്യുമെന്നോർത്ത് വിഷമിക്കുന്നവരെ കാണുന്നുണ്ട്. അതിനൊക്കെ എന്തെങ്കിലും ഒരു പോംവഴി ഈ ഒരു മാർച്ച് മാസം നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കാത്തു വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ.
നിങ്ങൾ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ലോണുകൾ അല്ല അതുപോലെയുള്ള ഒക്കെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യേണ്ട മാസമാണെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ പേടിക്കാതെ അതിനായിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സ് അതിനുള്ള വഴികൾ, പോംവഴികൾ നിങ്ങൾക്ക് തരും. ഏതെങ്കിലുമൊക്കെ വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. സണ്ണാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുക. ഒരിക്കലും നെഗറ്റീവ് മൈൻഡിൽ പോകരുത്. പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാം. ഈ ഒരു സമയവും കടന്നു പോകും. ഓരോ പ്രതിസന്ധി ഘട്ടത്തിനെയും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ധൈര്യത്തോടെ തന്നെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ അതിനെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. ഒരിക്കലും തളരാൻ പാടില്ല. പ്രശ്നങ്ങളില്ലാത്ത ലൈഫില്ല. ആ രീതിയിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നവരെ ഒരുപക്ഷെ സഹായിക്കണമെന്നില്ല. എല്ലാവരും കുറ്റപ്പെടുത്തും. എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, അവരെല്ലാവരും എനിക്കെതിരാണ്, എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്ന് കേട്ട് നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല. ലൈഫ് നിങ്ങളുടേത് മാത്രമാണ്. ആ നിങ്ങളുടെ ലൈഫിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയാലും വിജയവും നിങ്ങളുടേത് മാത്രമാണ്. അപ്പൊ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ വിജയം വരിക്കുക. എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ മുന്നോട്ടേക്ക് തന്നെ കുതിക്കും. എന്തൊക്കെ പ്രോബ്ലം വന്നാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടേക്ക് പോവുക. അതിനെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ ആരെയും ശ്രദ്ധിക്കേണ്ടതില്ല, ഇടതും വലതും നോക്കേണ്ടതില്ല. നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ കുതിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ ലൈഫിലെ സക്സസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അത് നിങ്ങൾ ഏതൊരു കാര്യത്തിലാവാം, നിങ്ങളുടെ എക്സാമിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിനാവാം. ഒരുപാട് പേര് പുറകോട്ടേക്ക് വലിക്കാൻ, നിനക്കത് സാധ്യമാകില്ല, നിനക്ക് ആ ലോൺ ലഭിക്കില്ല, അതിനുള്ള സാഹചര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ശക്തമായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതിനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് തുറക്കും, ഉറപ്പായിട്ടും തുറക്കും. ആരും സഹായിക്കാൻ തയ്യാറാകാത്ത വ്യക്തികളുടെ അടുത്തേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയേണ്ടതില്ല. നിങ്ങളുടെ ആഗ്രഹമാണ്. ഒരിക്കലും മറ്റൊരാൾക്ക് നല്ലൊരു ഇത് വരാൻ ഒരിക്കലും ആരും ആഗ്രഹിക്കില്ല. പുറകോട്ട് വലിക്കാനും എല്ലാവരും തയ്യാറാവും. നിനക്ക് അതിനൊന്നും സാധ്യമാവില്ല, നിനക്ക് അതല്ലേ സാധ്യം. അപ്പൊ അങ്ങനെയാണ് അവര് ചിന്തിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ആരുടെയും സഹായത്തിന്റെ പുറകെ പോകേണ്ടതില്ല. നമ്മൾക്ക് യൂണിവേഴ്സ് നമുക്കായിട്ട് അതിനൊരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള തന്റെ ഇടമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മൾ അതിനായിട്ട് ട്രൈ ചെയ്യുക. അല്ല എനിക്കിതിനൊന്നും കഴിവില്ല എന്നുള്ള, എനിക്കിതൊന്നും സാധ്യമാകില്ല എന്നൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല, വിചാരിക്കാൻ പാടില്ല. നമ്മൾ സധൈര്യം മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്, സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഏതൊരു വലിയ കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും കേട്ടോ. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ ഒരു മാസത്തിലെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ ഏതൊരു ആഗ്രഹത്തിനെ ഈ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും കൂടെ അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ച ശക്തിയോട്, യൂണിവേഴ്സിനോട് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മളുടെ ദൈവത്തിനോട് അല്ലെ യൂണിവേഴ്സിനോട് നമ്മൾക്ക് നമ്മുടെ ആഗ്രഹം പറയുക, അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും യൂണിവേഴ്സ് അത് നമുക്ക് തരും. നമ്മൾക്ക് ഇതുവരെ ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. ഏതൊരു ചെറിയ കാര്യങ്ങൾക്കായാലും നമ്മൾ നന്ദി പറയുക. ഇനിയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിലേക്ക്, നമ്മൾ ഏതൊരു കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് യൂണിവേഴ്സ് തന്നു എന്ന് വിശ്വസിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്റെ ലൈഫിലേക്ക് തന്നതിനായി, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ വന്നതിനായി നന്ദി പറയുന്നു. ആ രീതിയിൽ വേണം. അല്ലെ എനിക്ക് ആഗ്രഹം, ഞാൻ ആഗ്രഹിക്കുന്ന അതെനിക്ക് തരണം എന്നല്ല, തന്നതിനായി നന്ദി എന്ന് പറയുക, നന്ദി കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പൊ ഇതാണ് ഈ മാർച്ച് മാസത്തെ എന്റെ റീഡിങ്. ഈ ഒരു റീഡിങ് എല്ലാവർക്കും ഈ ഒരു മാർച്ച് മാസം അനുഗ്രഹത്തിന്റെ, അത്ഭുതത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു മാസമാകട്ടെ. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലേക്ക് അബണ്ടന്റ് വരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ സൂര്യൻ ഉദിക്കട്ടെ. ഓവർഫ്ലോ ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിനോട് എന്റെയും കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ഈ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.